നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മലപ്പുറത്ത് നിന്ന് ഒരു ബോംബ് വീണിരിക്കുന്നു. പിണറായിക്ക് പ്രിയങ്കരനായ PV അൻവർ തന്നെയാണ് ആ രാഷ്ട്രീയ ബോംബ് എറിഞ്ഞത്. സ്ഫോടനം നടന്നു കഴിഞ്ഞു. അന്തരീക്ഷത്തിൽ ഇപ്പോൾ പുകപടലം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് P ശശിക്കും MR അജിത് കുമാറിനും പരുക്കേറ്റോ എന്നറിയില്ല. പുകപടലം അടങ്ങിയാലേ അതറിയാൻ കഴിയൂ. എന്തായാലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞു. പിണറായിക്ക് ഇന്ന് മിണ്ടാട്ടമില്ലാത്തത് അതുകൊണ്ടാകുമോ? പിണറായിയെ പിതാവായി കണ്ടുകൊണ്ടും മുഖ്യമന്ത്രിയെ കൊലച്ചതയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും അൻവർ കുറിച്ച യുദ്ധം ആർക്കെതിരെയാണ്? സർക്കാരിനെ പോലും പിടിച്ചുലയ്ക്കുന്ന ആരോപണ പെരുമഴ പെയ്യിക്കാൻ അൻവർ ഇറങ്ങിപ്പുറപ്പെട്ടത് ആരുടെ പിന്തുണയോടെയാണ്? ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. അൻവറിന്റെ വാൾമുനയിലോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് നിജേഷ് അരവിന്ദ്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലി, ഇടത് നിരീക്ഷകരായ NM പിയേഴ്സൺ, NV ബാലകൃഷ്ണൻ എന്നിവരാണ് തത്സമയം എൻകൗണ്ടർ പ്രൈമിൽ അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് T ആസഫ് അലി, അൻവറിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തലുകളെ പറ്റിയുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അൻവർ പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളല്ല, അത് ശരിക്ക് റെവല്യൂഷൻ ഓഫ് ക്രൈംസാണ്. ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. സാധാരണ പറയുന്ന ആരോപണമായിട്ട് മാത്രം അതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. അത് പറഞ്ഞിരിക്കുന്നത് ADGP ക്രൈംസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചാണ്. ഞാനൊരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഈ ADGP ക്രൈംസ് മൈനസ് പിണറായി വിജയൻ 0 ആണ്. പിണറായി വിജയൻ ഇല്ലാത്ത ADGP ക്രൈംസ് ഒന്നുമല്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ ഒരു ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കില്ലേ? ഈ വിവരങ്ങൾ മൊത്തം ഇന്നലെയും ഇന്നുമായി ശ്രീ അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മറ്റ് രീതിയിലുള്ള വെളിപ്പെടുത്തലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ. പണം വാങ്ങിയിട്ടുണ്ട്, ഒരാളുടെ തിരോധനത്തിൻ്റെ പിന്നിൽ നമ്മുടെ പോലീസ് തലത്തിലെ ഉന്നതനാണ് എന്നുള്ള ആരോപണം. കൊല്ലിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച തൃശ്ശൂർ പൂരം അടിച്ചു കലക്കി. പറയാം, അപ്പം അടിച്ചു കലക്കി തൃശ്ശൂർ പൂരം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വളരെ സീരിയസ് ആയ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ നിന്ന് കൈയൂരാൻ കഴിയുമോ? ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആപ്പീസിനെ ചുറ്റിപ്പറ്റിയല്ലേ ഈ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഷോക്കിംഗ് റെവല്യൂഷൻ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ക്രൈം സിൻഡിക്കേറ്റാണ് നിയന്ത്രിക്കുന്നത്. അത് കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് റോളാണ് ശരിക്കും പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മളെ പോലീസ് സംവിധാനങ്ങൾ, നമ്മളെ പോലീസിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ്, ഈ വിവരങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയില്ല, ഞാനൊന്നും അറിയില്ല നാരായണ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെ മാത്രമേ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെക്കുകയുള്ളൂ. അപ്പം ഈ കുന്തമുനയെല്ലാം ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒന്നാം പ്രതി മറ്റാരുമല്ല, ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്ത് പറയുന്നു മുഖ്യമന്ത്രിക്ക്? കുറേ ദിവസം അനങ്ങാതിരുന്നാൽ രക്ഷപ്പെടുമോ? ഈ അൻവർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട കേസാണ്. എന്താണ് കോഴിക്കോട്ടെ ആ തിരോധനത്തെ പിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ? കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന ഈ പൊട്ടിക്കൽ എന്ന് നാടൻ ഭാഷയിൽ നമ്മൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന
ഈ സംഭവത്തിൻ്റെ പിന്നിലെല്ലാം കേരള പോലീസിൻ്റെ ഒരു വൻ തോക്കിൻ്റെ സഹായബലം ഉണ്ടായിരുന്നു. ഒരു ഈ ക്രൈം ചെയ്യുവാൻ വേണ്ടി ഒരു വലിയ പാട്രണേജ് ഉന്നത പോലീസ് അധികാരികളിൽ നിന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ചെറിയ സംഭവമാണോ? ശ്രീ ആസഫ് അലി, ഇവിടെ ഇപ്പോ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത് ഏതെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. ഏതെങ്കിലും അത്തരം കേന്ദ്രങ്ങളോ രാഷ്ട്രീയ കേന്ദ്രങ്ങളോ പ്രതിപക്ഷ നേതാവിനടക്കം കൈമാറിയ വിവരങ്ങളുമല്ല. നേരത്തെ ഈ സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ അതെല്ലാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനായാലും മുൻ പ്രതിപക്ഷ നേതാവിനായാലും എല്ലാം രേഖകൾ സഹിതം കിട്ടിയിരുന്നു. ആ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭരണപക്ഷ MLA തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് 29 വകുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ്. വിശ്വസ്തരെയാണ് അദ്ദേഹം എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് കുഴപ്പങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ്. അൻവറിന്റെ ബാക്കി എല്ലാ ആക്ഷേപങ്ങളെയും വിശ്വാസയോഗ്യമായി നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കുന്ന അൻവറിന്റെ സമീപനത്തോട് നിങ്ങൾക്ക് എന്തിനു സംശയം? മുഖ്യമന്ത്രിയെ കുറ്റമുക്തനാക്കുന്നത് മാറ്റിവെക്കൂ. ഞാൻ ചോദിച്ച ചോദ്യമാണ്. മുഖ്യമന്ത്രി പറയട്ടെ, ഈ സംസ്ഥാനത്ത് ഭരണം നടക്കുന്നത് എനിക്കറിയില്ല, ഞാൻ ഭരണം ഒരു ക്രൈം സിൻഡിക്കേറ്റിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യം മുഖ്യമന്ത്രി രണ്ടിലൊരു കാര്യം തീർത്ത് പറയേണ്ടി വരും. ഒന്നുകിൽ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെയും 29 വകുപ്പെന്നല്ലേ പറയുന്നത്, അതിൻ്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇത് റെസ്പോൺസിബിൾ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷണറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അൻവർ പറഞ്ഞതാണ് ഈ മുഖ്യമന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു കാര്യം സമ്മതിക്കണം, ഞാൻ കേരള സംസ്ഥാനത്തിൻ്റെ പോലീസിൻ്റെ മുഴുവൻ ഭരണവും ഒരു ക്രൈം സിൻഡിക്കേറ്റാണ് നടത്തുന്നത്, ഞാനൊരു ഓർണമെന്റലായി നിൽക്കുക മാത്രമാണ്. രണ്ടിലൊരു മറുപടി മുഖ്യമന്ത്രി പറയണം. ശരി ശരി, ഞാൻ അങ്ങനെയൊക്കെ തുടരുക. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോ സമാനമായ ഒരു വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പിടിച്ചു കുലുക്കിയത് സ്വർണ്ണക്കടത്തായിരുന്നു. ആ ഘട്ടത്തിൽ ഈ ശിവശങ്കരൻ അകത്തേക്ക് പോവുകയും ചെയ്തതാണ്. അന്നും അങ്ങനെയെങ്കിൽ പിന്നെ പിണറായി വിജയൻ ഇത് അറിയാതെ ഇരിക്കുമോ? ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു രാഷ്ട്രീയ പ്രതികരണം തേടേണ്ടതുകൊണ്ട് നിജേഷ് അരവിന്ദന് കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിജേഷ്, കേൾക്കാമോ? കേൾക്കാം. ഈ അൻവറിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഒരു പ്രതിപക്ഷത്ത് നിന്നുമല്ല വന്നിരിക്കുന്നത്. അവിടെ പ്രതിപക്ഷത്തിന്റെ ശേഷി ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ എത്രത്തോളമുണ്ട് എന്നൊരു അളവ് പാത്രമായി കൂടി അൻവർ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ പറയുന്നതിലൂടെ തെളിയുന്നത് എന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആരോപണങ്ങൾ നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഈ ശൃംഖല പ്രവർത്തിക്കുന്നത്, അതിലെ ഓരോരോ കണ്ണികളുടെ റോൾ എന്താണ്, ഇത് കൃത്യമായി കേരള പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല, അൻവറാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തെളിവ് മൂല്യമുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിട്ടുണ്ട്. അദ്ദേഹം തന്നെ സ്വമേധയാ റെക്കോർഡ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഏത് ആപൽക്കരമായൊരു സംഘത്തോടാണ് ഏറ്റുമുട്ടുന്നത്, സ്വന്തം ജീവന് ഭീഷണി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി സമൂഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ പ്രതിപക്ഷത്തെക്കാൾ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അൻവർ തുനിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളെക്കാൾ നിങ്ങളുടെ റോള് ഭംഗിയായി നിർവഹിച്ച അൻവറിനെ നിങ്ങൾ പ്രശംസിക്കുമോ? അല്ല, ഒന്ന് നമ്മൾ കുറെ കാലമായി കാണുന്നുണ്ട്, കൂട്ടുകച്ചവടക്കാർ തമ്മിൽ തെറ്റാറുണ്ട്. പലപ്പോഴും വലിയ മാഫിയ സംഘങ്ങൾ തമ്മിൽ തെറ്റാറുണ്ട്. അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്നാണ് തോന്നുന്നത്. അല്ലാതെ അൻവറിനെ ഇത് വെച്ച് അങ്ങ് വെള്ളപൂശാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് പോകുന്നത്. കൂടെ കിടന്നവനെ രാപ്പനി അറിയും. അൻവർ പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ബോധ്യത്തോൾ അറിവിലുള്ള കാര്യങ്ങളാണ്. സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം കറക്റ്റുമാണ്. അല്ലല്ല, അൻവറിന്റെ യുദ്ധം മലപ്പുറത്ത് സ്വാധീനം പോയി എന്ന് പറയുന്ന ഒരു MLA യുടെ ദുഃഖമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ശശിധരനാണ്. നേരത്തെ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ കളക്ടറെ വരെ മാറ്റാൻ പറ്റി. ഇപ്പോൾ ഈ SP ഒട്ടും വഴങ്ങാതെ നിൽക്കുന്നു. ഇതാണ് അൻവറെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു ലീഗ് MLA എന്ന് പറയുന്നത് മലപ്പുറത്ത് സ്വാധീനമുള്ള ആളാണ്, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും. അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിൽ ഒരു ഭരണപക്ഷ MLA എന്ന നിലയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, മുഖം നഷ്ടപ്പെട്ടൊരവസ്ഥ, ഈ കേരള സമൂഹത്തിൽ ഒരു വാക്കിനും വിലയില്ലാത്തവനാണ് താൻ എന്ന് ഈ പൊതുസമൂഹം ആക്ഷേപിക്കുന്ന ഒരാൾ എന്ന നിലയിലൊക്കെ പ്രതിരോധത്തിലാണ് അൻവർ. അങ്ങനെ വരുമ്പോൾ ഈ വിവരങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒരു സമ്മർദ്ദ ശക്തിയായി അകത്തളങ്ങളിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശശിധരനെ നീക്കുക, അല്ലെങ്കിൽ ശശിധരനെ വഴിക്ക് വരുത്തുക, അങ്ങനെ മലപ്പുറത്തെ MLA എന്ന ആ ഖ്യാതി എല്ലാ സ്വാധീനത്തോടെയും നേടിയെടുക്കാൻ കഴിയുക. അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ഈ പറയുന്ന ഇതുവരെയുള്ള സ്വഭാവം വെച്ചുകൊണ്ട് അൻവറിന്റെ നീക്കമായി നാം കാണേണ്ടത്? ഇതങ്ങനെയല്ല.
അൻവർ കരുതുകയാണ് ശശിധരനാണ് തനിക്ക് വഴങ്ങാത്തത്. അതിന് കാരണം ശശിധരന് കിട്ടുന്ന ADGPയുടെ പിന്തുണ. അങ്ങനെ ADGPക്ക് നിൽക്കാൻ കഴിയുന്നത് ശശി നൽകുന്ന പിന്തുണ. ഈ രൂപത്തിൽ ഏറ്റവും ശക്തരിലേക്ക് തന്നെ അൻവർ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, ഞങ്ങൾ ഇവിടെ അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രമോ അൻവറിന്റെ നേട്ടമോ കോട്ടമോ അല്ല, അത് ഞങ്ങളുടെ ചർച്ചയല്ല, ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ ചർച്ചയാണ്. നമ്മൾക്കറിയാം, ഒരു DGPയെ വെച്ചുകൊണ്ട് ഒരു ADGPക്ക് ലോ ആൻഡ് ഓർഡറിന്റെ കംപ്ലീറ്റ് ചാർജ് കൊടുക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ? ഒരു DGPയെ അവിടെ വെറുതെ ഇരുത്തുന്നു, എന്നിട്ട് ഒരു ലോ ആൻഡ് ഓർഡർ കുറ്റം കൊടുക്കുന്നു. ആ ലോ ആൻഡ് ഓർഡർ നമ്മൾക്കറിയാം, ഒരു DGPയുടെ ഒരു പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ലോ ആൻഡ് ഓർഡർ ആണ്. ആ ലോ ആൻഡ് ഓർഡർ ADGPക്ക് കൊടുക്കുന്നു. ആ ADGPയെ കയ്യിലെ പാവയെ പോലെ കളിപ്പിക്കുന്നു. ആ കളിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്, നമ്മൾക്കറിയാം, കൂത്തുപറമ്പിലെ സ്ഫോടനം നടന്നു. അദ്ദേഹം ഓടിയെത്തി. കൂത്തുപറമ്പ് സ്ഫോടനത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബോംബ് പൊട്ടി DYFI കാരൻ മരണപ്പെട്ടപ്പോൾ അതിനനുകൂലിച്ച് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഓടി വന്നു അജിത് കുമാർ. കാഫിർ പോസ്റ്റ്, കേരളത്തിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയതയ്ക്ക് വിത്തിട്ട കാഫിർ പോസ്റ്റ് വന്നു. 2 തവണയാണ് ADGP കോഴിക്കോട് വന്ന് താമസിച്ചത് ഈ വിഷയം അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി. അപ്പൊ CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു വാലാണ് നാമാണ് അജിത് കുമാർ. ആ അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെ മൊത്തമായി കൂട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിപ്പോ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ അത് പുറത്തു വിട്ടു. അൻവർ പുറത്തു വിടാൻ അദ്ദേഹത്തിന്റേതായ കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങളിലേക്കോ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലേക്കോ കോട്ടങ്ങളിലേക്കോ ഞങ്ങൾ ഫോക്കസ് ചെയ്തില്ല. പക്ഷേ ഒരു ADGP, ലോ ആൻഡ് ഓർഡർ ഉത്തരവാദിത്തമുള്ള ADGP കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നൊരു MLA പറയുമ്പോൾ അതിന്റെ ഗൗരവം സാധാരണ സംഗതിയിൽ CPM-കാരൻ ചർച്ചയ്ക്ക് വന്നാൽ വലിയ സൂചിക കൊണ്ടുവരുമായിരുന്നു. ഉത്തർപ്രദേശിലെ സൂചിക, ബീഹാറിലെ സൂചിക, കേരളത്തിലെ സൂചിക. ആ സൂചിക പറയുന്ന ഒരുത്തരെയും കാണുന്നില്ല, ഒരു CPM-കാരനെയും കാണുന്നില്ല. അതിനു പകരം കേരളത്തിലെ ADGP, DGP നേരെ കൊലപാതകത്തിൽ പങ്കാളിയാണ്, സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാണ്, സ്വർണം പൊട്ടിക്കലിൽ പങ്കാളിയാണ് എന്ന് വിളിച്ചു പറയുന്നത് CPM പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്ത് ഇരിക്കുന്ന ഒരു MLA ആണ്. CPM-ന് സഹയാത്രികൻ എന്നല്ല, CPM-ന്റെ അകത്ത് അങ്ങ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുവള്ളിയിൽ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഏക പിന്തുണ കൊടുത്ത MLA ആണ് പറയുന്നത്. ആ MLA പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ കേരളത്തിൽ ആഭ്യന്തര സംവിധാനം തകർന്ന് കുത്തുവാള എടുത്തിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും, നമ്മൾ നികുതി കൊടുക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വത്തിനും ജീവനും സംരക്ഷണം തരാൻ ഇവർക്ക് കഴിയില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടലിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അൻവർ എന്ന് പറയുന്നു, അൻവർ അങ്ങോട്ട് പോകുന്നു, അൻവർ സമരം ചെയ്യുന്നു എന്നതിലേക്ക് അൻവർ തുറന്നു പറഞ്ഞ കൂടെ കിടന്നവന്റെ അറിഞ്ഞ രാപ്പരിയുടെ ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ഇപ്പോ ഒരു പൊതുനിലപാടുണ്ട്. അൻവറിന്റെ താല്പര്യം എന്താകട്ടെ, അൻവറിന്റെ ഉദ്ദേശം എന്ത് തന്നെയുമാകട്ടെ, അൻവറിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ത് തന്നെയുമാകട്ടെ, അതുമായി ഈ കാര്യങ്ങൾക്ക് ബന്ധമില്ല. അൻവർ പുറത്തു പറഞ്ഞ കാര്യങ്ങളുടെ പൊതു താല്പര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് വളരെ ശരിയായ ഒരു നിലപാട് തന്നെയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പക്ഷെ അപ്പോ അൻവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. സമാനമായി ഇതേപോലെ തന്നെ CMOയെ പിടിച്ചുകുലുക്കിയതാണ് ശശി ഇല്ലാത്ത കാലത്ത്, അല്ലേ, ഈ സ്വർണ്ണക്കടത്ത്. അപ്പോൾ എല്ലാം ഈ ശശി വന്നതിന് ശേഷം എന്ന് പറഞ്ഞൊരു വേർതിരിവ് നടത്താനും കഴിയില്ല. അന്ന് ADGP ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളല്ല അജിത്ത്, അതും നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ ഘട്ടത്തിലും CMO ഇങ്ങനെ വിവാദ കൊടുങ്കാറ്റിൽ പെട്ടുലഞ്ഞു, ശിവശങ്കറിനകത്തായി. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താണ്? തന്റെ കൂടെ ഇരിക്കുന്ന ഈ പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി, അല്ലേ, ഏറ്റവും ശക്തനായ ആൾ, ആ വ്യക്തി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതായി അറിയില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നുവെങ്കിൽ, ആ മുഖ്യമന്ത്രിയെ പിന്നീട് ജനം വീണ്ടും സ്വീകരിച്ചുവെങ്കിൽ, ഇപ്പോ അതിനേക്കാൾ പല വാര അകലെയുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മുഖ്യമന്ത്രി നേരിട്ടറിയുമോ? അൻവർ പോലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. വിശ്വസ്തരെ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു വിപത്ത് എന്ന നിലയിലാണ് ഒരു മകനെ പോലെ കണ്ട് പിതാവിനെ സംരക്ഷിക്കാനുള്ള അൻവറിന്റെ ദൗത്യം. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് മുന്നിലുള്ള യഥാർത്ഥ പ്രശ്നം നമ്മുടെ ഭരണകൂടം എത്രമാത്രം ഭയാനകമായിട്ടുള്ള രീതിയിലുള്ളൊരു സംവിധാനമായി മാറി എന്നുള്ളതാണ്. അൻവറും അതേപോലെ തന്നെ പ്രതിപക്ഷവും ഒന്നും ഇവിടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിനും വേണ്ടിയുള്ള പോലീസ് സേന എന്ന് പറയുന്നത് വലിയൊരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ്. നമ്മളിതിലെ ആരോപണങ്ങളായിട്ട് ഇതിനെ കണക്കാക്കാൻ പാടില്ല. നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഭരണകൂട സിസ്റ്റം എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു മെഷീനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൽചക്രങ്ങളുള്ള മെഷീൻ, അതിലേക്ക് കടന്നു ചെല്ലുന്ന സാധാരണക്കാരൻ ഞെരിഞ്ഞമർന്ന് ഒന്നും അല്ലാതായി തീരും എന്ന ഭയാനകമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിൽ ഉയർന്നിരിക്കുന്നത്. അതാണ് അതിഭീകരം.
ഇവിടെ മുഖ്യമന്ത്രി കുറ്റക്കാരനാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ ഈ ഭരണ സംവിധാനം ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നതായി മാറിത്തീരുന്നു. കേരളം അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പ്രതിപക്ഷം ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. പ്രതിപക്ഷം അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് അൻവർ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ അവതരണം കാണുന്ന സമയത്ത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് അത് ആരോപണമാണ് എന്ന് ആരും പറയും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു പച്ച യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. കാരണം അതിക്ക് മുന്നേ വന്ന അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ, അദ്ദേഹം റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ വ്യക്തമാക്കുന്നത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ADGP എങ്ങനെയാണ് ഒരു വലിയ ഭരണ സംവിധാനമായി മാറുകയും അത് സമൂഹത്തിൻ്റെ സംവിധാനത്തെ മൊത്തമായിട്ട് അട്ടിമറിക്കുകയും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കും അദ്ദേഹം വിചാരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതിനെ മുഴുവനുമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് അത് പാകപ്പെടുക എന്ന് പറയും. ഇത് ഭയാനകമാണ്. ആ ഭയാനകതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം എന്താണ്? പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രം മതി. മുഖ്യമന്ത്രി രാജിവെക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. കേരള സമൂഹത്തിൻ്റെ ഒരു ജീവിതക്രമത്തെ മുഴുവനും അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ ഭരണ സംവിധാനം മാറുകയും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ADGP അദ്ദേഹമാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നില നിശ്ചയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്, ആളുകൾക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത്. ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു അദ്ദേഹം എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പ്രശ്നം പോലും യഥാർത്ഥത്തിൽ അന്വറിവിടെ നമ്മുടെ മുന്നിൽ ഉന്നയിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ ഭരണകൂട സംവിധാനം അതിഭീകരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മാറിയത് പൊളിക്കുക എന്നുള്ളത് കേരള സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇത് പൊളിച്ചു കളയണം. ഇത്തരത്തിൽ ഒരിക്കലും ഒരു മാഫിയ സംഘമായിട്ട് നമ്മുടെ പോലീസ് സേന കേരളത്തിൽ പ്രവർത്തിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതിന് എതിരെ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ കേരളത്തിന് മനസ്സ് മാറുക എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുകയാണ്. ശരി, ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ EP ആത്മകഥ എഴുതുമെന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അൻവർ പറയുകയാണ് ഈ ADGP കൊല്ലിച്ചിട്ടുള്ളയാളാണ്, വാദിയും പ്രതിയും ഉടൻ എത്തും എന്ന്. അത് ഇനി വഴിയേ പറയാമെന്നാണ് പറയുന്നതും. അപ്പോൾ ഒരു രാഷ്ട്രീയ ആത്മകഥ ആണ് താനും എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന സൂചനയാണോ അൻവർ നൽകുന്നത്? ഒരു പക്ഷേ ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് അൻവർ പോകാതിരിക്കാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുമോ? എന്ന് വെച്ചാൽ അൻവറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതിലേക്കൊക്കെ ഈ ഭരണ സംവിധാനം മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും അൻവർ നേരത്തെ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് കൊടുത്ത പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടല്ലോ, ഉന്നയിച്ച വിഷയങ്ങൾ, അതിപ്പോൾ തൃശ്ശൂർ റേഞ്ച് DIGക്ക് കൈമാറിയിരിക്കുകയാണ് അതിവേഗം DGP ആ കാര്യത്തിലുള്ള പരിശോധനകൾ നടത്താൻ. ഇപ്പോൾ അജിത് കുമാറിനെതിരായിട്ടുള്ള ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ അൻവർ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ DGPയോട് റിപ്പോർട്ട് നേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു, പക്ഷെ പുറമെ ഒന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല, അൻവറിന്റെ താല്പര്യാർത്ഥം പ്രവർത്തിക്കാൻ പോകുന്നു എന്ന സന്ദേശമാണോ കിട്ടുന്നത്? നമ്മൾ ഈ പ്രശ്നത്തെ വളരെ ലാഘവത്തോടെയാണ് ചർച്ച ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പാനലിസ്റ്റുകൾ ചർച്ച ചെയ്തതും അത് വളരെ ലാഘവത്തോടുകൂടിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ലോകത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ്. സത്യത്തിൽ ഒരു അധോലോക സംഘത്തിന്റെ കയ്യിലാണ് കേരളത്തിന്റെ ഭരണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഇനി അവശേഷിക്കുന്നുണ്ടോ? പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്കൊരു പക്ഷെ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണെന്ന് വെക്കാം. ഇതിപ്പോ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭരണകക്ഷി MLA പുറത്തു പറയാണ് ഈ കാര്യങ്ങളൊക്കെ, പുറത്തു പറയാണ്. അതായത് തികഞ്ഞ ഒരു അധോലോക സംഘമാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഉള്ള ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ADGP മാത്രമല്ലല്ലോ, ഈ ADGPയെ പരിപൂർണമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് P ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്ന് പറയാം, എല്ലാവർക്കും അറിയാം. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേര് അൻവർ പറയണം. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എങ്ങനെയാണ് ഇന്നത്തെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പദവിയിൽ എത്തിയത്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എന്താണ്, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ ക്രെഡൻഷ്യൽസ് എന്താണ്, അദ്ദേഹം യഥാർത്ഥത്തിൽ എവിടെ ഇരിക്കേണ്ട ആളാണ്, അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കേരളത്തിലെ പോലൊരു ഇടതുപക്ഷ സർക്കാരിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വരുന്നത്? ആ പൊളിറ്റിക്കൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ ADGPയെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ മാഫിയ പ്രവർത്തനങ്ങളാണ് എന്നാണല്ലോ യഥാർത്ഥത്തിൽ അൻവർ വെളിപ്പെടുത്തിയത്.
ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയേറെ അളിഞ്ഞ് ചീഞ്ഞ് നാറിയ മറ്റൊരു ഭരണ സംവിധാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ കേരളത്തിൽ ഒരുപാട് വളരെ മോശമായിട്ടുള്ള പ്രവണതകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇടതുപക്ഷ മേൽവിലാസമുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ എന്ന് പറയുന്ന MLA, നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞു, അദ്ദേഹം പറയാണ് പോലീസ് ആളുകളുടെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ രാജ്യത്ത് വലിയ തോതിലുള്ള കോളുകളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്നുള്ള പ്രശ്നം. അദ്ദേഹം പറയാണ് ഈ ADGPയുടെ നേതൃത്വത്തിൽ അത് കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ അഭിമാനത്തോട് പറയാണ്, അദ്ദേഹം മാത്രമല്ല ഞാനും കുറെ ആളുകളുടെ ഫോൺ ചോർത്തുന്നുണ്ട്. ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന്, ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ അന്തസ്സത്തയിൽ നിന്ന് നമ്മൾ ആലോചിച്ചാൽ ഇവിടെ ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ? കേരളം പോലെ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത്, ഒരിടതുപക്ഷ സംസ്ഥാനത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം എവിടെ എത്തി എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നിജേഷ് അരവിന്ദിനെ പോലൊക്കെയുള്ള കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർക്ക് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പൊലിപ്പിച്ച് കാണിക്കണമെന്നുള്ള സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതാണ് ചെയ്യുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ എന്തൊരു ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയേറെ അഴുകി ജീർണിച്ചു കഴിഞ്ഞിട്ടുള്ള ഇതുപോലുള്ള മാഫിയ സംഘങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന ഇത്രയേറെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് ഇതൊരു TV ചർച്ചയായിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഒരു പത്രത്തിലെ വാർത്തയായിട്ടോ ഒതുങ്ങി പോകുന്ന ഒരു സംഭവമായി തീരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയെ ലോകത്തിലാകമാനമുള്ള മലയാളികളെ ഒന്നടങ്കം അപമാനിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. അതും ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മേൽവിലാസം ഉപയോഗിച്ച് ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള വമ്പൻ കൊള്ളകൾ, കോടികളുടെ കൈക്കൂലിയും കൊലപാതകവും അതുപോലെ തന്നെ ഫോൺ ചോർത്തലും അങ്ങനെ തുടങ്ങിയിട്ട് സ്വർണം പൊട്ടിക്കലും ഇതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഭരണകൂടം എന്ന് പറയുന്നത്. പക്ഷെ ആ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഈ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോ പ്രതിപക്ഷം ഒരു കാഴ്ചക്കാരായി ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം ശ്രീ MV ബാലകൃഷ്ണൻ. എനിക്ക് ശ്രീ ആസഫ് അലിയിലേക്ക് ഒരിക്കൽ കൂടി പോകണം, കാരണം അദ്ദേഹം 8 മണിക്ക് മുമ്പ് ഈ ചർച്ചയിൽ നിന്ന് പിരിയും, അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട്. അഡ്വക്കേറ്റ് T. ആസഫ് അലി, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നടപടികൾ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകുമല്ലോ. DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതാണ് ഈ സുജിത് ദാസും ഈ പറയുന്ന അജിത് കുമാറും ഒക്കെ അവർക്കൊക്കെ എതിരെ കഴിഞ്ഞ ദിവസം അൻവർ ഈ 1-ാം വാള്യം വെളിപ്പെടുത്തലുകൾ നടത്തിയ ഘട്ടത്തിലും എടുത്തിരിക്കുന്ന ചെറിയൊരു നീക്കം. അതിനപ്പുറത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഈ പറയുന്ന സർക്കാരിനെയും പാർട്ടിയെയും എല്ലാം പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ കൂടുതൽ ബലവത്തായി അൻവർ നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പുതിയ നീക്കത്തിന് എന്തെങ്കിലും ഗൗരവതരമായ ഇടപെടലിന്റെ സ്വഭാവം താങ്കൾ കാണുന്നുണ്ടോ? അതല്ല അണിയറയിലെല്ലാം ഒതുക്കി തീർക്കും എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണോ കാണുന്നത്? അൻവറിന്റെ വെളിപ്പെടുത്തലാണ്, ആരോപണമല്ല. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ കേരളം കണ്ട കുറേ ഭീകര കൃത്യങ്ങളെ സംബന്ധിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട, അതുമായി ലിങ്ക് ചെയ്ത സംഭവങ്ങളുടെ ചില കാണാപ്പുറങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കോഴിക്കോട്ടെ കള്ളക്കടത്ത് പൊട്ടിക്കൽ കേസ്, അൻവറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു എലക്ഷൻ ഒഫൻസാണ്, ഒരു ഇലക്ടറൽ ഒഫൻസാണ്. ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി ഒരു ഗുരുതരമായ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാക്കി അടിച്ച് തകർത്തു, അവിടെ ജനങ്ങളിൽ നിന്ന് സിമ്പതി വാങ്ങി BJP ജയിപ്പിക്കാൻ. അതിൻ്റെ പൊളിറ്റിക്കൽ വശം അതാണെങ്കിൽ പോലും അതിലൊരു ക്രൈമാണ്. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഒരു വിഷയമാണ്. അതൊരു പോലീസ് അട്രോസിറ്റിയുടെ ഞെട്ടിക്കുന്ന വശമാണ്. മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഇത് ആളുകളെ കണ്ണിൽ പൊടിയാൻ വേണ്ടി ഒരു റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യുക. ഒരിക്കലും റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യേണ്ട വിഷയമേ അല്ല ഇത് DGP അദ്ദേഹത്തിന് പത്രമാധ്യമത്തിൽ കൂടി കിട്ടിയിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട വിഷയങ്ങളാണ് അൻവർ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. കാരണം പോലീസിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ടു പ്രൊട്ടക്റ്റ് ലോ, നിയമാനുസൃതം ആളുകളെ ജീവന് സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു ലക്ഷ്യം, ആവശ്യം, ഉദ്ദേശം, ഫങ്ഷൻസ്. മറ്റെന്താണ്? മനുഷ്യാവകാശ ലംഘനം. ഇപ്പോൾ ഒരാളുടെ സ്വകാര്യത അതാരാണ്? വേലി തന്നെ വിളതുന്നു എന്ന് പറയുന്നത് പോലെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പോലീസിൻ്റെ തലപ്പത്തുള്ള ഒരാളുടെ ഒത്താശയോട് കൂടിയാണ്
ഈ രഹസ്യങ്ങളെല്ലാം ചോർത്തിയിരിക്കുന്നത്. ശരി. അത് ഒരു വളരെ സീരിയസ് ആയ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ആരോപണം, മുഖ്യമന്ത്രിയുടെ അതൊരു കാരണം ഇതിൽ അന്തിമമായി പ്രതിസ്ഥാനത്ത് വരാനിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു റിപ്പോർട്ട് ആരിൽ നിന്നാണ് റിപ്പോർട്ട് എടുക്കേണ്ടത്? പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കുറിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ കുറിച്ചിട്ട് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യലേ വേണ്ടത്. അത് റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യേണ്ട ഒരു സാധാരണ ഒരു ആരോപണം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന സാധാരണ ഒരു ആരോപണം മാത്രമാണോ ഇത്? ശരി ശരി സർ, ശരി, വളരെയധികം നന്ദി ചർച്ചയിൽ പകർത്തുന്ന ശ്രീ ആസഫ് അലി. എന്തായാലും ശ്രീ ആസഫ് അലി പറയുന്നത് ഇത് ആരോപണങ്ങളല്ല, വെളിപ്പെടുത്തലുകളാണ്. ഇത് FIR ഇട്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതാണ്, അല്ലാതെ റിപ്പോർട്ട് തേടലല്ല എന്നാണ്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകണം. അൻവറിന്റെ വാൾമുനയിലോ എന്ന ചർച്ച തുടരുകയാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഇപ്പോൾ ശ്രീ NV ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. മുൻപ് പല ആരോപണങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അങ്ങ് പറയുന്നുണ്ടല്ലോ CPM-ന്റെ ആരെയും എന്ന് കാണാനില്ല എന്ന്. നേരത്തെ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ CPM-ന്റെ ആളുകൾ ഉണ്ടായിരുന്നു സാർ. അതിന്റെ കാരണം എന്താണ്? അവർക്ക് ശക്തമായി നിങ്ങളോട് എതിർ ചോദ്യം ഉണ്ടായിരുന്നു, തെളിവ് എവിടെയെന്ന്. ഇന്ന് CPM-ന്റെ ഒരു പ്രതിനിധിയും ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് അവിടുത്തെ പാർട്ടി കേന്ദ്രം ആ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളുടെ പിൻബലത്തോടെയാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ. അതാണ് പ്രശ്നം. അവിടെയാണ് ശ്രീ NV ബാലകൃഷ്ണൻ പറയുന്നത് ഈ സർക്കാരിന്റെ ഐശ്വര്യം നിങ്ങളാണ് എന്ന്. ഇനിയിപ്പോ ഈ DGP-യുടെ അന്വേഷണം എന്ന് പറയുന്ന ഉമ്മാക്കി കാട്ടി പിണറായി ചില കാര്യങ്ങൾ നീക്കുകയാണ് എങ്കിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന PV അൻവർ വഴങ്ങുകയാണ് എങ്കിൽ, ഈ ADGP ആരെയൊക്കെയോ കൊണ്ട് ആരെയൊക്കെയോ കൊല്ലിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, വാദിയും പ്രതിയും പുറത്തു വരുമെന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്നും ഉണ്ടാകില്ല. ആ അധ്യായം എല്ലാം അടയും. അപ്പോ അൻവറിന്റെ ആനുകൂല്യത്തിൽ മാത്രമാണോ നിങ്ങൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കം രാജിവെക്കണം എന്നിപ്പോൾ ബലവത്തായി ആവശ്യപ്പെടുന്നത്? അല്ലെങ്കിൽ അൻവർ നിർത്തിയാൽ അവിടെ നിന്ന് തുടങ്ങാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകുമോ? അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഈ വാദിയെ? അല്ലെങ്കിൽ ഈ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടതടക്കം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേ പെടാതെ പോയത് എന്തുകൊണ്ട്? അല്ല, അങ്ങനെ ഒരിക്കലും പറയരുത്. ഞങ്ങൾ ഏറ്റെടുത്ത ഏതെങ്കിലും സമര പരിപാടിയിൽ നിന്ന് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിന്മാറിയിട്ടുണ്ട് എങ്കിൽ ശ്രീ അൻവിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആരോപണം ഉന്നയിക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഇതുവരെ ഒരു സമരത്തിൽ നിന്നും മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വെച്ചിട്ടില്ല. അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന രാഷ്ട്രീയം ഈ പ്രതിപക്ഷം ഒരു കാലത്തും നടത്തിയിട്ടുമില്ല. ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. നമ്മുടെ നവകേരള യാത്ര തുടങ്ങിയത് മുതൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസും മഹിളാ കോൺഗ്രസും നടത്തിയ അടി കിട്ടിയ ആളുകളുടെ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊക്കെ തന്നെയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. അതിന്റെ റിസൾട്ട് ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ വന്നത്. ഈ സർക്കാരിന്റെ ഒരു പൊതുബോധം സൃഷ്ടിച്ചത് പ്രതിപക്ഷത്തിന്റെ സമരം കൊണ്ട് തന്നെയാണ്. ഇവിടെ അൻവർ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് ആ സമരത്തെ അതിന്റെ ആവശ്യമായ രേഖകൾ തപ്പിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന് ഏറ്റവും വലിയ ഇതിനേക്കാൾ വലിയൊരു തെളിവ് ആവശ്യമുണ്ടോ? ഇതിനേക്കാൾ ഒരു MLA വന്ന് പറയുകയാണ് DGP ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലെ DGP ആളെ കൊല്ലിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, തൃശ്ശൂർ പൂരം കലക്കിയത് അദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളം ഏറ്റവും ഞെട്ടിത്തരിക്കട്ടെ. മുഖ്യമന്ത്രി പറയേണ്ട എന്റെ ആഭ്യന്തര സംവിധാനത്തിനകത്ത് ഒരാൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ റിപ്പോർട്ട് വാങ്ങി എന്നാണ് പറയേണ്ടത്. ആ റിപ്പോർട്ട് വാങ്ങി അതല്ല പറയേണ്ടത്. അതിനപ്പുറത്ത് പറയാൻ ആർജവം കാണിക്കണം. ഇപ്പൊ നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്താ CPM-ന്റെ നിലപാട്? ഇത് ഞങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CPM-കാർ ചർച്ചയ്ക്ക് വരുന്നില്ല, ഒളിച്ചോടി. മുകേഷിനെ അവിടെ സംരക്ഷിക്കുന്നു. ഇന്ന് വന്നു EP ജയരാജനെ BJP-യുമായി ബന്ധം പുലർത്തിയതിന്റെ പേരിൽ താഴോട്ട് പോകുന്നു. നമ്മളിപ്പോ ഇനിയും വരാൻ പോകുന്ന ഈ കണക്ഷനിലേക്കാണ് പോകുന്നത്. ജയരാജൻ പുറകോട്ട് പോകുന്നു. ഇന്നലെ വരെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പ്രഖ്യാപിച്ച ആളുകൾ BJP-യിലേക്ക് ചേരാൻ ഇതിലെ പ്രശ്നം ഇപ്പോ നിങ്ങൾ നേരത്തെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചു. ഇപ്പോ അൻവർ അത് പുതിയ രൂപത്തിൽ പറയുകയാണ്. ആ ഘട്ടത്തിൽ K മുരളീധരന്റെ പ്രതികരണം എന്താണെന്ന് അറിയാമോ? സ്വപ്ന നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇത് നിഷേധിച്ചു. ഇനി ഇത് നിഷേധിക്കാൻ കഴിയില്ല, കാരണം ഭരണപക്ഷ MLA ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത് മുഴുവൻ അൻവറിന്റെ പിൻബലത്തിലാകുന്നു. നിങ്ങളുടെ വാദഗതികൾ എല്ലാം അൻവറിന്റെ പിൻബലത്തിലുള്ളതാകുന്നു. അതുകൊണ്ട് നാളെ അൻവർ മാറ്റി പറഞ്ഞാൽ അവിടെ തീരും പ്രതിപക്ഷത്തിന്റെ ഈ പറയുന്ന അവകാശങ്ങളും ഈ പറയുന്ന വിമർശനങ്ങളും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള സമ്മർദ്ദ നിലപാടും. ശ്രീ വേണു, ഞങ്ങൾ ഏത് സമരത്തിലാണ്? ഇപ്പൊ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിച്ചത് ആരാണ്? ഒന്ന് കേരളത്തിലെ സംവിധാനം. ഒരു സെക്കൻഡ് ശ്രീ RMPI നേതാവ് KS ഹരിഹരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ശ്രീ KS ഹരിഹരൻ, ഈ അൻവർ യഥാർത്ഥത്തിൽ ഉന്നം വെക്കുന്നത് ആരെയാണ്? അൻവർ ഒരു ശശിധരനിൽ തുടങ്ങി
MR അജിത് കുമാറിലേക്ക് വരെ എത്തുന്നത് മനസ്സിലാക്കാം. പക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശി അമ്പേ പരാജയമാണ് എന്ന് പിണറായി കേൾക്കെ, ഈ നാട് മുഴുവൻ കേൾക്കെ പിണറായിയെ അറിയിക്കാൻ എന്തുകൊണ്ടാണ് അൻവർ ഇപ്പോൾ തുനിഞ്ഞത്? അല്ല, അൻവറിന് അതിലൊരു അജണ്ട ഉണ്ടാവാം. പക്ഷേ അൻവറിന്റെ ഇന്നത്തെ പത്രസമ്മേളനം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ലളിതമായ ഒരു കാര്യം, അദ്ദേഹം മുമ്പ് സംസാരിക്കുന്നത് പോലെ അല്ല ഇന്ന് സംസാരിച്ചതെന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം നന്നായി ഗൃഹപാഠം ചെയ്ത് വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട്, വളരെ യുക്തിഭദ്രമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പി ശശിയെ മാത്രം ലക്ഷ്യം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് മൊത്തത്തിലെടുത്താൽ, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മൊത്തത്തിലെടുത്താൽ, അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ മൊത്തത്തിലെടുത്താൽ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ പോലീസ് സംവിധാനവും എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുക. അതൊരു MR അജിത് കുമാറിന്റെ മാത്രം പ്രശ്നമല്ല. ഒരു സിസ്റ്റത്തെ, പോലീസ് സംവിധാനം എന്ന സിസ്റ്റത്തെ അതിന് നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പോലും സുരക്ഷിതത്വം ഇല്ല എന്നാണ് അൻവർ പറഞ്ഞത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ദിരാഗാന്ധിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അൻവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പോലും സുരക്ഷിതനല്ല എന്നാണ്. അത് ചെറിയ കാര്യമല്ല. അവര് പറയുന്നത് ഒരു MLA ആണ്, ഭരണകക്ഷിയുടെ ഒരു MLA ആണ്. അങ്ങനെ ഒരു MLAക്ക് ഇത്രയും ആശങ്കയോടുകൂടി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പോലും പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഭരണസ്ഥിരാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷെ അൻവർ ഒരു പച്ചപ്പാവമായിട്ടാണ് പിണറായി അവതരിപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ അൻവറെ പറഞ്ഞുകൊണ്ടാണോ സംശയിക്കണം. ഇതിനകത്തുള്ള നമ്മൾ കാണേണ്ടത് മാഫിയകൾക്കിടയിൽ വരുന്ന വലിയ ഉൾപ്പിരിവുകളും തർക്കങ്ങളും യോജിപ്പുകളും ഒക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, മാഫിയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അല്ല, ഒരു സെക്കൻഡ്, അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനമാണ്. പിണറായിയുടെ തന്നെ അനുഗ്രഹാശിസോടെ അൻവർ ഇതൊക്കെ പറയുകയാണെന്നാണോ? അങ്ങനെയും കരുതാം. കാരണം ഇതൊരു ഒരു 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 മാഫിയ സംവിധാനത്തിനകത്ത് ഡിവിഷൻ വരുമ്പോ അല്ല, അങ്ങനെ ADGP വരെ വെക്കും ശശി മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് എന്ന് ഒരു ഉൾവിളിയോടെ ഇപ്പോഴാണോ പിണറായി തിരിച്ചറിയേണ്ട സന്ദർഭം? അതിനി അങ്ങനെയാണെങ്കിൽ തന്നെ ശശിയെ നിഗ്രഹിക്കാൻ അൻവർ എന്ന കരുവിനെയാണോ പിണറായിയെ പോലെ കരുത്തനായി ഈ പറയുന്ന എല്ലാവരെയും വെട്ടിനിരത്തിയ ഈ അതികായന് ഇപ്പോൾ വേണ്ടത്? അല്ല, അത് രാഷ്ട്രീയത്തിനകത്ത് ആളുകൾ കരുക്കള്, ഒരു ചതുരംഗ കളിയല്ലേ. ചതുരംഗത്തിനകത്ത് കരുക്കൾ എപ്പോഴും എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നല്ല കളിക്കാരാണ് തീരുമാനിക്കുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിന് വരാൻ പോകുന്ന ഫോളോ അപ്പുകൾ അൻവർ ഉൾപ്പെടെ ഏത് നിലയ്ക്കാണ് പെരുമാറുക, ശശി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അദ്ദേഹം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ADGP എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് പരിശോധിക്കാം. പക്ഷേ ശ്രീ കെ സരികരൻ, ഈ വെളിപ്പെടുത്തലിന്റെ ഒരു തീവ്ര സ്വഭാവം വെച്ചുകൊണ്ട് അത് ശശിയെ ഇല്ലാതാക്കുക, ADGPയെ മാറ്റുക, അത്തരമൊരു പരിമിത ലക്ഷ്യം പിണറായിക്ക് സാധിക്കാനാണ് എന്ന് എങ്ങനെ കരുതാൻ കഴിയും? പിണറായിയുടെ മുഖം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണിത്. അല്ല, അത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അൻവർ സംസാരിക്കുന്നത്. പിണറായി വിജയൻ വളരെ നിഷ്കളങ്കനായതുകൊണ്ട് അദ്ദേഹം ചതിപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം സംസാരിക്കുന്നത്? അല്ല ശ്രീ കെ സരികരൻ, CMO മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും ചേർന്ന് കേരളത്തിൽ ഒരു അധോലോക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗുണ്ടാ സംഘങ്ങളെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളെ പോലും വെല്ലുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു. സർക്കാർ സംവിധാനം ആകെ ഇപ്പോൾ ആളുകളെ കൊല്ലുക, ആളുകളെ മനോരോഗികളാക്കുക, സ്വർണം പൊട്ടിക്കുക, സ്വർണം കടത്തുക, ഈ വിക്രിയകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമതായി, ഇനി അജിത് കുമാറിന്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടത് കിടക്കുന്നുണ്ടെങ്കിലും ശശിക്ക് സ്വർണം പൊട്ടിക്കലുമായിട്ടൊക്കെ എന്ത് താല്പര്യം ശ്രീ കെ സരികരൻ? താല്പര്യം ഉണ്ടാവല്ലോ. ഭരണത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് അത്തരം താല്പര്യങ്ങളിൽ പെട്ടുപോകുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതില്ല എന്നുള്ളത് അവരാണ് തെളിയിക്കേണ്ടത്. ഉണ്ടെന്നുള്ളത് തെളിയിക്കേണ്ടത് അൻവറിന്റെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യത അല്ല അത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിന്റെ മുഖമാകെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ മന്ത്രിമാരുടെ മുഴുവൻ ഫോണും ചോർത്തുന്നു എന്ന് പറഞ്ഞ് മന്ത്രിസഭാ അംഗങ്ങൾക്ക് പോലും ഇനി ഈ അജിത്തിന്റെ മുഖത്തേക്ക് എങ്ങനെയാണ് നോക്കുക? അവർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ഒരു വിശ്വാസയോഗ്യമായി അവർക്ക് അവരുടെ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിയുക? അത് അവരിലേക്ക് മാത്രമായി, അവരുടെ വിരൽ ചൂണ്ടപ്പെടുന്നത് അജിത്തിലേക്ക് മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിലേക്കുമ്പോൾ മുഖ്യമന്ത്രിയും അവർ സംശയത്തോടെ കാണും. ആ അളവിലേക്ക് ഇതിനെ വളർത്തി അൻവർ നിർത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ് ഒരു പച്ചപ്പാവമായി മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളിലെല്ലാം തിരുത്തൽ നടത്താനുള്ള ഒരു ശക്തിദായകമായ ഔഷധമായി വരിക? അല്ല, ഇത് വളരെ വലിയ ഒരു പ്രോജക്റ്റ്. ഞാനിതിനെ കാണുന്നത് വളരെ വിശാലമായ താല്പര്യങ്ങളുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ്. ആ പ്രോജക്റ്റിന്റെ ഒരു ചെറിയ വശം മാത്രമാണ് അൻവർ ഇന്ന് പുറത്തുവിട്ടത്. എന്താണ് ആ പ്രോജക്റ്റ്? ആ പ്രോജക്റ്റ് വളരെ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു സംഗതിയാണ്. കാരണം അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു വലിയ വലതുപക്ഷത്തു നിന്നുള്ള, തീവ്ര വലതുപക്ഷത്തു നിന്നുള്ള ഒരു വലിയ പ്രോജക്റ്റാണ്.
അതിന്റെ വിശദാംശങ്ങൾ പക്ഷെ നമുക്കൊരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. എങ്കിലും പരിമിതമായെങ്കിലും താങ്കൾക്ക് നൽകാൻ കഴിയുന്ന സൂചനകൾ എന്താണ്? അതിൽ കേരളത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ കേരളത്തിലെ പോലീസ് ഉൾപ്പെടെ ഭാഗവാക്കുകളാണ്. താങ്കൾ സൂചിപ്പിക്കുന്നത് ഒരു സംഘി പോലീസാക്കി ഇതിനെ മാറ്റിക്കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാരാണ് എങ്കിലും സ്റ്റേറ്റ് BJP-യുടേതാകുന്നു എന്നാണോ? അങ്ങനെ ഒരു അർത്ഥമുണ്ട്. കാരണം ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അൻവർ പറഞ്ഞ കാര്യത്തിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. കേരളത്തിലെ പോലീസിനകത്ത് സംഘപരിവാറിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും എന്നുള്ളൊരു ഡിവിഷൻ വളരെ കാലമായിട്ടുണ്ട്. അതിപ്പോൾ ശക്തിപ്പെട്ടിട്ടുണ്ട്. ആ അനുകൂലിക്കുന്ന പോലീസുകാരും എതിർക്കുന്ന പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് പെരുമാറുന്നതെന്നുള്ളത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അത് അടുത്ത ഘട്ടത്തിലേക്ക് അത് പോകുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് അത് ഇടപെടുന്ന രീതി എന്താണെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി, പലതരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അങ്ങ് തന്നെ ആദ്യം പറയുകയുണ്ടായി, പിണറായി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹാനുസരണം ഇറക്കിയതായിരിക്കാം അൻവറിനെ എന്ന്. ഇപ്പം അങ്ങ് പറയുന്നു ഒരുപക്ഷെ BJP-യുടെ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാകുമെന്നെങ്കിൽ മൂന്നാമത്തെ ഇപ്പൊ കരക്കമ്പിയായി പ്രചരിക്കുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തം കൂടെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അതിന്റെ പ്രതികരണത്തിനായി. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലായതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പാർട്ടി കമ്മിറ്റികൾ വിലയിരുത്തിയതും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശശിയാണ്. അപ്പോൾ ഈ ശശിയെ അവിടെ നിന്ന് മാറ്റുക, ഈ ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ് മുഖ്യമന്ത്രി എന്ന അവസ്ഥ തിരുത്തുക. പല കരുത്തുറ്റ തിരുത്തൽ നടപടികളിലേക്കും കടന്നിരിക്കുകയാണ്. ഇന്ന് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പാർട്ടി. അപ്പോൾ അൻവറിനെ അതിനുവേണ്ടി ഒരു കരുവാക്കിക്കൊണ്ട് ഒരു വലിയ തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകാനുള്ള സൂചനയായും ഇതിനെ കാണാമോ? അതും ഒരു സിദ്ധാന്തമാണ്. അതൊരു സാധ്യതയില്ല. കാരണം പിണറായി വിജയനും ശശി എന്ന് പറയുന്നത് സയാമീസ് ഇരട്ടകളാണ്. അതിൽ ഒരാളെ തോൽപ്പിച്ചിട്ട് മറ്റേയാളെ തിരുത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അത് അൻവറിനെ പോലെ ആൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആ സിദ്ധാന്തം നിലനിൽക്കുന്നതല്ല. വളരെ നന്ദി ശ്രീ KS ഹരിഹരൻ പ്രതികരിച്ചതിന്. ഞാൻ ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ KS ഹരിഹരൻ പറഞ്ഞു വെച്ച 3 ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ടല്ലോ KS ഹരിഹരനുമായി സംസാരിച്ചപ്പോൾ വന്നത്, അതിലേതിനാണ് താങ്കളൊരു പ്രാധാന്യം കാണുന്നത്? KS ഹരിഹരൻ മുന്നോട്ട് വെച്ച ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെ തന്നെ ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, അദ്ദേഹം പറയുന്നത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാവാം പിന്നെ ഈ വെളിപ്പെടുത്തലുകൾ നടത്തുക. അതായത് പിണറായി വിജയന്റെ ഒരു ഉപകരണമായിട്ടാണ് അൻവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അൻവർ പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പിണറായി വിജയൻ അച്ഛനെ പോലെയാണെന്നൊക്കെ. പക്ഷേ നമുക്ക് ഈ കേരളത്തിൽ അത്യാവശ്യം ചിന്താബോധമുള്ള ആർക്കാണ് മനസ്സിലാവാത്തത്? ഈ ശശിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചാൽ അത് എവിടെയാ പോയി കൊള്ളുക? അത് പിണറായി വിജയനാണ് എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? കാരണം ഇതിനൊരു ഒരു ഹിസ്റ്ററി ഉണ്ട്. കേരളത്തിൽ CPM രാഷ്ട്രീയത്തിനകത്ത് വികസിച്ച് വന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഇനിയിപ്പോൾ അത് പിണറായി വിജയന് ശശിയോട് താല്പര്യമില്ലാതായി ഇപ്പം. കാരണം പലതരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശശിയെ ഒഴിവാക്കണം, അങ്ങനെയാണ് പിണറായി വിജയൻ. അതിന് അൻവറെ പോലെ ഒരാളുടെ സഹായം ഉണ്ടാക്കി ഇത്ര ഒരു തൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ അശ്ലീലമാക്കി തീർത്തിട്ട് ശശിയെ പറഞ്ഞയക്കണം എന്ന് പിണറായി വിജയനെ ഒരാൾ ചിന്തിക്കും എന്ന് കരുതാൻ ഞാൻ ഏതായാലും തയ്യാറല്ല. ആ നിലയിലൊന്നും അല്ല ഈ പ്രശ്നങ്ങളെ കാണേണ്ടത്. എന്നാൽ ഹരിഹരൻ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് കുറച്ച് പ്രസക്തമായ കാര്യമുണ്ട്. കേരളത്തിലെ പിന്നെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നാലും ശരി, 2ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നാലും ശരി, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു സംഘി എങ്ങനെയാണ് പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവായി തീരുന്നത് എന്നതിന് മുതൽക്ക് ബെഹ്റയെ പോലൊരു ഗുജറാത്ത് ഗഡറിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ എങ്ങനെയാണ് DGP സ്ഥാനത്ത് വരുന്നത്? ആ ബെഹ്റ ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ച ശേഷവും അദ്ദേഹത്തെ ആദരിച്ച് ഇവിടെ വലിയ പൊസിഷനിൽ കൊടുത്ത് കുടിയിരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു തുടങ്ങിയാൽ അവിടുന്ന് മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ എല്ലാ കാലത്തും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് സംഘി പോലീസ് തന്നെയാണ്. ആ സംഘി പോലീസിന് പുതിയ അജണ്ടകൾ ഉണ്ടാവാം, അത് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ശരി തന്നെയാണ്.
അത് പക്ഷെ പിണറായി വിജയനെ അറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയാൻ ഏതായാലും പിന്നെ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതിന് കൂടി ഒരു കാര്യം ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കട്ടെ. നമ്മൾ ആദ്യം തന്നെ ഈ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരനാണോ? നമ്മളൊന്ന് PV അൻവറിന്റെ ഒരു ചരിത്രം ഒന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുക? അല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, ഞാൻ അതിലൊന്നും പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ നിലമ്പൂരിലെ ഉദായി പള്ളിപ്പറമ്പിൽ മനാഫ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലീഗ് പ്രവർത്തകനായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പകല് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമുണ്ട്. ആ കൊല ചെയ്യപ്പെട്ട സംഭവം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനും നിലമ്പൂരുമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യം അതൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു ഭൂമാഫിയ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും അദ്ദേഹം ആ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ട് അദ്ദേഹം താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം മത്സരിക്കാൻ പുറപ്പെട്ടത് CPIയുടെ റഹ്മത്തുള്ളയുടെ സഹായത്തോടു കൂടിയാണ് മത്സരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് CK ചന്ദ്രനെ പോലുള്ള ആളുകൾ തലപ്പത്തുണ്ടായിരുന്നു, നടന്നില്ല. അന്ന് CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഈ പേയ്മെന്റ് സീറ്റുകളൊക്കെ വരികയും കുറെ ആളുകൾ ആ നിലയിലുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരികയൊക്കെ ചെയ്യുന്ന കാലമാണ്. ആ കാലത്താണ് ഈ പറയുന്ന ചില ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരു 10-15 വർഷം മുമ്പ് ഏറനാട്ടിൽ മത്സരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ PV അൻവർ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന ചന്ദ്രനെ പോലുള്ള ആളുകളുടെയൊക്കെ അവിടെ മുട്ടി ആ ലക്ഷ്യം നടക്കാതെ പോകുന്നു. അതിന്റെ കാര്യങ്ങൾ അവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ തൻ്റെ അടിസ്ഥാനപരമായ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്തണിയുന്ന ഒരു വേഷം മാത്രമാണ് രാഷ്ട്രീയക്കാരന്റെ വേഷമെന്ന് PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ പഠിച്ചിട്ടുള്ള ആർക്കും അറിയാം. ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒറ്റ കാര്യം കൂടി ചുരുക്കി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ NV ബാലകൃഷ്ണൻ. ഇനി CPMലെ ഒരു ശക്തിയുടെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ പിന്തുണയോടെ ഒരു തിരുത്തൽ നടപടി, അതിനുള്ള കരുവായി ഇപ്പോ അൻവർ വരുന്നുണ്ടോ? അത് അസംബന്ധമാണ് അതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല, എൻ്റെ ഒരു തോന്നൽ CPMമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു അനുഭവം വെച്ച് പറയണോ. അത് PV അൻവറിനെ പോലെ ഒരാളെ മുമ്പിൽ നിർത്തി CPMനകത്ത് യാതൊരു തരത്തിലുള്ള തിരുത്തൽ പ്രക്രിയ നടക്കുന്ന പ്രശ്നവുമില്ല. കാരണം CPM ഒരു തിരുത്തൽ പ്രക്രിയക്ക് വിധേയമാവുന്നതല്ല. EP ജയരാജനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് വേണുവിനെ പോലുള്ള ഒരാൾ അങ്ങനെ കാണുന്നതെങ്കിൽ EP ജയരാജൻ എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കപ്പെടുകയാണ്. അല്ലാതെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ EP ജയരാജന്റെ ഒഴിവാക്കൽ പോലും പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ഒരു പ്രസ്താവന ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും പരിഗണിച്ചോ എന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞത് ഒരാളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ, ജാവ്ദേക്കറെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ അത് ഇത്ര വലിയ കാര്യമാണ്. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. അതെ, നമ്മളതൊക്കെ ചർച്ച ചെയ്താണ് ശ്രീ NV ബാലകൃഷ്ണൻ. ശരി, ഞാൻ ഇടപെടുകയാണ്, എനിക്ക് മറ്റു അതികളിൽ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ അങ്ങ് ഇതിൽ ആദ്യമായി ഊന്നിയത് ഇതിന്റെ പൊതു താല്പര്യം വെച്ചുകൊണ്ടാണ്. അതായത് സർക്കാർ സംവിധാനം തന്നെ ആകെ അപായകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പരിശോധിക്കേണ്ടത് എന്നാണ്. പക്ഷേ അതിന് ഒരു സംവിധാനം അങ്ങനെ പോകുന്നുവെങ്കിൽ അതേപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഷ്ട്രീയമായൊരു സംവിധാനവും അങ്ങേയറ്റം ആപൽക്കരമായി പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇങ്ങനെ മാറാൻ കഴിയൂ. ഒന്നൊന്നിൽ നിന്ന് വേറിട്ടല്ല നിൽക്കുന്നത്. 96-ൽ ഇതേ വ്യക്തി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണെന്ന് നടന്നത്? അന്ന് രാഷ്ട്രീയ സംവിധാനത്തെയാണ് ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന അധോലോക സ്വഭാവമുള്ള ഒന്നാക്കി ശശി മാറ്റിയത് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷമായ ഗുണ്ടാ സംഘങ്ങളുടെ ഇടപെടലുകളിലേക്ക് അത് മാറുന്നു. അന്ന് കല്ലടയുടെ നിയമോപദേശം പുറത്തു വരാതിരിക്കുന്ന ഘട്ടം അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നു, മൂടി വയ്ക്കുന്നു. ഇനി വന്ന കാര്യങ്ങളിൽ തന്നെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ ഭാഗങ്ങളല്ലാത്ത കൂടുതൽ ഭാഗങ്ങൾ വെട്ടി മാത്രം പുറത്തേക്ക് വരുന്നു. അപ്പോൾ 96-ന്റെ തുടർച്ചയുമുണ്ട്. 96-ൽ നിന്ന് ശശി പുതുതായി സൃഷ്ടിക്കുന്ന ബാന്ധവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ വിപത്തുകളുമുണ്ട് എന്ന വിമർശനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, ശശിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത് CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി സംവിധാനത്തെ ആകെ പിടിച്ചുലക്കുന്നതും അതിനകത്ത് കയറിക്കൂടിയിരിക്കുന്നതായിട്ടുള്ള ദുർഭൂതവുമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. എന്നാൽ അതിനെ തിരുത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഇത് സഹിക്കാൻ ബാധ്യസ്ഥരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്തതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഈ വിഷയത്തിനകത്തുള്ളത് എന്നുള്ളതായിരുന്നു.
പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ പലതും ഉണ്ടാകാം. കാരണം പലതരം താല്പര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ എടുക്കുന്ന എല്ലാ ഇടപാടുകളും എല്ലാ നിലപാടുകളും അത്തരത്തിലുള്ള താല്പര്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമുക്ക് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുക? CPM-നെയോ പിണറായി വിജയനെയോ അതേപോലെ തന്നെ ശശിയെയോ അൻവറിനെയോ അതല്ലെങ്കിൽ ADGPയോ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് മനുഷ്യരെ എങ്ങനെ ബാധിക്കും, കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും, ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും ജനങ്ങളുടെ സാംസ്കാരിക മൂല്യത്തെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷയമായി ഞാൻ കണക്കാക്കുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലും അപായകരമായ രീതിയിലും ബാധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഭരണ സംവിധാനം, നമ്മുടെ രാഷ്ട്രീയ സംവിധാനം അത് ഇടത് വലത് എന്നുള്ള യാതൊരു വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള ജീവികളെ വളർത്തി വികസിപ്പിക്കുന്ന ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറി കോൺഗ്രസിന്റെ ഭരണം വരുന്ന സമയത്തോ അല്ലെങ്കിൽ BJPയുടെ ഭരണം വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വളർത്തി വിടുന്ന പിശാച് ബാധയേറ്റിരിക്കുന്നതായിട്ടുള്ള രൂപങ്ങൾ കേരളത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ അപകടം. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പോലീസ് സംവിധാനം മുഴുവനുമായിട്ട് മാഫിയ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ട് മാറിക്കഴിയുമ്പോൾ ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നു. അത് പ്രധാനമാണ്. കാരണം ഇതിൽ ശശിയെ നിഷ്കാസിതനാക്കുക അല്ലെങ്കിൽ അജിത് കുമാറിനെ നിഷ്കാസിതനാക്കുക എന്നതല്ല, അതിനപ്പുറത്ത് പൗരസമൂഹം തന്നെ ആപൽക്കരമായൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഗൗരവമാണ് തിരുത്തൽ അർഹിക്കുന്നതെന്നാണ് പിയേഴ്സൺ പറഞ്ഞത്. ഞാൻ ഒരിടവേളയ്ക്ക് കൂടി സമയം കഴിഞ്ഞു. അതുകൊണ്ട് ശ്രീ നിജേഷ് അരവിന്ദ് ചുരുക്കി സംസാരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയോട്. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. ഒറ്റ കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണല്ലോ സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണഭോക്താവാണ് സതീശൻ എന്നുകൂടി ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അൻവർ പറയുകയാണ് സതീശനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ല എന്ന്. ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുപ്പിച്ച് സതീശനെ സംരക്ഷിച്ച ADGPയുടെ താല്പര്യം എന്താണ് എന്ന്. അതിന് മാത്രമുള്ള മറുപടി ചുരുക്കം വാക്കുകൾ എന്നിട്ട് എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. അല്ല, ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. ഒരാളുടെയും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് VD സതീശന് നിലനിൽക്കേണ്ട അൻവർ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഞങ്ങൾക്ക് ആരെങ്കിലും ഗുണം തന്നതെന്നല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അത് അൻവർ തെളിയിക്കണം. അൻവർ അങ്ങനെ ഉണ്ടെങ്കിൽ VD സതീശനെതിരെ ആരോപണം ഉണ്ടെങ്കിൽ അൻവർ തെളിയിക്കണം. അൻവർ ഇപ്പൊ എന്താ ചെയ്തത്? വേണു ഒരു ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി വെച്ചു. ഒരു SP-യുമായിട്ടുള്ള ഒരു സൂചനയാണ്. നാളെ കുറെ ആളുകളുടെ കാര്യം പറയാൻ കുറെ ആളുകളുടെ കാര്യം ഇനിയും ഞങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ഇതേവരെ CPM പ്രതികരിക്കണ്ടേ? ഒരു മണിക്കൂർ 4-5 കഴിഞ്ഞല്ലോ. AK ബാലൻ ഉണ്ടല്ലോ, പ്രതികരിച്ചില്ലല്ലോ. ഗോവിന്ദ മാഷ് ഉണ്ടല്ലോ, പ്രതികരിച്ചില്ലല്ലോ. DYFI പ്രതികരിച്ചില്ലല്ലോ. CPM പ്രതികരിച്ചില്ലല്ലോ. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലല്ലോ. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് ഒരു പ്രതികരണം ഉണ്ടായോ ഈ പാർട്ടിയിൽ നിന്ന്, CPM-ൽ നിന്ന്? ശരി. എന്തായാലും ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിക്ക് മീതെ ആരെയും വളരാൻ അനുവദിക്കില്ല എന്നാണ്. പക്ഷേ അത് പറഞ്ഞ് നാവെടുത്ത് നേരത്തോട് നേരമായില്ല. മുഖ്യമന്ത്രിക്ക് മീതെ എന്തായാലും അൻവർ വളർന്നു പന്തലിച്ച നിൽപ്പാണ്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.